എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിസർച്ച് ഓഫീസർ എക്സാമിന് വേണ്ടി മാത്തമാറ്റിക്സിന്റെ യൂണിറ്റ് 1 പാർട്ട് 47 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 47ാമത്തെ പാർട്ട് മെട്രിസസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് മെട്രിക്സ് എന്ന് പറയുന്നത്? നമുക്ക് ഓൾറെഡി നമ്മൾ +2 പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ് മെട്രിസസ് എന്ന് പറയുന്നത്. മെട്രിസസ് എന്ന് പറഞ്ഞാൽ അഥവാ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ്. അതൊക്കെ ഒരു റെക്ടാങ്കുലർ അറേ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, മെട്രിസസ് എന്നുള്ള പേരിട്ട് വിളിക്കുക. റെക്ടാങ്കുലർ അറേ എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവും? റോസും ഉണ്ടാവും, കോളംസും ഉണ്ടാവും. ഓക്കെ, ഇതേപോലെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസ് ഉണ്ടാവും, R1, R2, R3. ഇതേപോലെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസ് ഉണ്ടാവും, അതേപോലെ വെർട്ടിക്കൽ ആയിട്ടുള്ള കോളംസും ഉണ്ടാവും. എന്തുണ്ടാവും? ഇതേപോലെ വെർട്ടിക്കൽ ആയിട്ടുള്ള കോളംസും ഉണ്ടാവും, C1, C2, ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ള കോളംസ് ഉണ്ടാവും. അപ്പൊ ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് C3. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഒരു മെട്രിക്സ് അറേഞ്ച്മെന്റ്. അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് ഓരോ എലമെന്റ്സിനെ അലോക്കേറ്റ് ചെയ്യാം. ഇങ്ങനെ ഇവിടെ ഒരു എലമെന്റ് കൊടുക്കാം, ഇവിടെ ഒരു എലമെന്റ് കൊടുക്കാം, ഇവിടെ ഒരു എലമെന്റ് കൊടുക്കാം, ഇവിടെ ഒരു എലമെന്റ് കൊടുക്കാം, ഇവിടെ ഒരു എലമെന്റ് കൊടുക്കാം. അങ്ങനെ ഇങ്ങനെയുള്ള പൊസിഷൻസിൽ ഈ റോസും കോളംസും തമ്മിൽ ഇങ്ങനെ ചേരുന്ന പൊസിഷൻസിൽ നമ്മൾ എലമെന്റ്സിനെ അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ മെട്രിക്സ് അറേഞ്ച്മെന്റ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ഒരുപാട് പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ള അറേഞ്ച്മെന്റ് ആണ് ഈ മെട്രിക്സ് അറേഞ്ച്മെന്റ്. ഓക്കെ, അതിന്റെ ഏറ്റവും വലിയൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോ പണ്ട് കാലത്തൊക്കെ വീട്ടിന്റെ ജനൽ നോക്കുകയാണെങ്കിൽ ജനൽ കമ്പികൾ കൊടുക്കുന്നത് ഒരു പണ്ട് കാലത്തുള്ള വീടുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇതേപോലെ വെർട്ടിക്കൽ മാത്രമായിട്ടുള്ള ജനൽ കമ്പികളായിരിക്കും ഉണ്ടാവുക, ശരിയല്ലേ? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? ഇതേപോലെ ചില ഹൊറിസോണ്ടൽ മാത്രമായിട്ടുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പക്ഷെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീടുകൾക്കെല്ലാം തന്നെ എങ്ങനെയായിരിക്കും? ഇതേപോലെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഇങ്ങനെയുള്ള ജനൽ കമ്പികളാണ് നമുക്ക് കാണാൻ പറ്റും, ശരിയാണല്ലോ? എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് നോട്ട് ദിസ് ഇസ് ജസ്റ്റ് ലുക്സ് ലൈക്ക് എ മെട്രിക്സ് അറേഞ്ച്മെന്റ് ആൻഡ് ഇറ്റ് ഈസ് വെരി നോട്ട് ഈസി ടു ബ്രേക്ക്. അതായത് നമുക്കിത് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത്, ഈ മെട്രിക്സ് അറേഞ്ച്മെന്റ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, അത് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്ന കുറച്ച് പ്രയാസമാണ്. നമ്മൾ ഈ കുളിച്ചിട്ടൊക്കെ തല തോർത്തുന്ന തോർത്തുണ്ടല്ലോ, തോർത്തിനകത്ത് നൂല് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനകത്ത് ഹൊറിസോണ്ടൽ ആയിട്ടും ഉണ്ടാവും, വെർട്ടിക്കൽ ആയിട്ടും ഉണ്ടാവും. ഒരിക്കലും ഹൊറിസോണ്ടൽ മാത്രമായിട്ടോ വെർട്ടിക്കൽ മാത്രമായിട്ടോ അത് ഉണ്ടാക്കില്ല, ശരിയല്ലേ? കാരണം എന്താണ്? ഇത് ഈസി ആയിട്ട് അത് ആ ഒരു കണക്ഷൻ നൂല് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്, ശരിയല്ലേ? അപ്പൊ അതെല്ലാം തന്നെ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന മെട്രിക്സ് അറേഞ്ച്മെന്റുകളാണ്. അപ്പൊ മെട്രിക്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് മെട്രിക്സ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് മെട്രിസസ് എന്നുള്ളത് നോക്കിക്കേ. എ മെട്രിക്സ് ഇസ് ആൻ ഓർഡേർഡ് റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. റെക്ടാങ്കുലർ അറേ, ഓക്കെ, റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. ആ മെട്രിക്സിനുള്ളിൽ നമ്പേഴ്സ്, ഞാനിപ്പോ മുമ്പേ പൊസിഷൻസ് കാണിച്ചില്ലേ, ഡോട്ടഡ് ലൈൻസ് ഇട്ട് കാണിച്ചില്ലേ? അങ്ങനെ വരുന്ന സ്ഥലത്ത് ഒന്നില്ലെങ്കിൽ നമ്പേഴ്സ് ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഫങ്ഷൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. വാട്ട് എവർ ഇറ്റ് ഈസ്, ആരാണോ വരുന്നത് അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എലമെന്റ്. എന്താണ്? മെട്രിക്സിനകത്ത് വരുന്ന ആളെ നമുക്ക് എലമെന്റ് എന്നുള്ള പേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ എൻട്രി എന്നുള്ള പേരിട്ട് വിളിക്കാം. നമ്മൾ സെറ്റ് തിയറി പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, സെറ്റിനകത്ത് വരുന്ന ആൾക്കാരെ നമ്മൾ എലമെന്റ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ എൻട്രീസ് എന്ന് വിളിക്കും. ശരി, അതേപോലെ തന്നെ മെട്രിക്സിനകത്ത് വരുന്ന ആൾക്കാരെ നമ്മൾ എലമെന്റ്സ് എന്നാണ് വിളിക്കുക. ക്ലിയർ ആണല്ലോ? ഇനി ഹൊറിസോണ്ടൽ ആയിട്ടും ഉണ്ട്, വെർട്ടിക്കൽ ആയിട്ടും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം ഒരു മെട്രിക്സ് നമ്മൾ ഇതുപോലെ ബോക്സ് ബ്രാക്കറ്റിലാണ്, ക്ലോസ്ഡ് ബ്രാക്കറ്റിലാണ് നമ്മൾ എഴുതുക. ബ്രാക്കറ്റ് എന്നല്ല, മെട്രിക്സ് ഇതുപോലെയുള്ള ഒരു ബോക്സിനകത്താണ് എഴുതുക. എന്നിട്ട് ആ ഒരു അറേഞ്ച്മെന്റ് ഇപ്പൊ 1 2 3 4 5 6 2 3 7 കണ്ടോ? ഇതെന്താണ്? ഒരു 3 റോയും, ഇത് റോ 1, ഇത് റോ 2, ഇത് റോ 3. അതേപോലെ ഇത് കോളം 1, ഇത് കോളം 2, ഇത് കോളം 3. 3 റോയും 3 കോളവും ഉള്ള 3x3 ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആണ്, ശരിയാണല്ലോ? ഇപ്പൊ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസ് എലമെന്റ്സ് ആർ കോൺസ്റ്റിറ്റ്യൂട്ട് റോസ്. ഹൊറിസോണ്ടൽ ലൈൻസ് ഓഫ് എലമെന്റ്സിനെയാണ് നമ്മൾ റോസ് എന്ന് വിളിക്കുക, അല്ലെ? ഹൊറിസോണ്ടൽ ലൈൻസ് ഓഫ് എലമെന്റ്സ് ആർ സെഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് റോസ് ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് ഓഫ് എലമെന്റ്സ് ആർ സെഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് കോളംസ്. ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് പറയുന്നത് റോസും, വെർട്ടിക്കൽ ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്? കോളംസ് ആണ്. ഇനി ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്?
നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ്. അതിനെയാണ് ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, ഒരു മെട്രിക്സിന് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ ഇപ്പൊ എ ഇസ് ഈക്വൽ ടു മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് 1 2 3 4 5 6. ഓക്കെ, ഇവിടെ എത്ര റോസ് ഉണ്ട്? ഇത് റോ 1, ഇത് റോ 2, ഇത് റോ 3. നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര റോസ് ഉണ്ട്? നമ്പർ ഓഫ് റോസ് ഇസ് ഈക്വൽ ടു 3. ഓക്കെ, അതേപോലെ എത്ര കോളംസ് ഉണ്ടോ നോക്കിക്കേ. ഇത് C1, ഇത് C2. നമ്പർ ഓഫ് കോളംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. ഇപ്പൊ 3 റോസും ഉണ്ട്, 2 കോളംസും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസിനെയാണ് നമ്മൾ ഓർഡർ എന്നുള്ള പേരിട്ട് വിളിക്കുക. നമ്പർ ഓഫ് റോസ് 3 ആണ്, ബൈ നമ്പർ ഓഫ് കോളംസ് 2 ആണ്. ഇത് ബൈ എന്നാണ് വായിക്കേണ്ടത്, 3 into 2 എന്ന് വായിക്കരുത്, 3/2 എന്ന് വായിക്കണം. ഓക്കെ, 3/2. അപ്പം ആ 3/2 എന്ന് പറഞ്ഞാൽ 6, 3 into 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. ആ 6 എലമെന്റ്സ് ഉണ്ടാവും ആ ഒരു മെട്രിക്സിനുള്ളിൽ. നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ mn അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്തങ്ങ് എടുത്താൽ മതി. ഓക്കെ, സോ ഇപ്പൊ നമ്പർ ഓഫ് റോസ് എമ്മും നമ്പർ ഓഫ് കോളംസ് എന്നും ആണെങ്കിൽ ഓർഡർ ഓഫ് ദ മെട്രിക്സ് എന്ന് പറയുന്നത് m/n ആയിരിക്കും. സോ നോക്കിക്കേ, എന്താണ് ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്? എ മെട്രിക്സ് ഓഫ് m റോസ് ആൻഡ് n കോളംസ്. ഒരു മെട്രിക്സിൽ m റോസും n കോളംസും ഉണ്ടെങ്കിൽ m/n അതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? ഓർഡർ ഓഫ് ദ മെട്രിക്സ് എന്നുള്ള പേരിട്ട് വിളിക്കുക. അതിനെ m/n മെട്രിക്സ് എന്ന് വായിക്കുന്നത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. m/n എന്നാണ് നമ്മളത് വായിക്കുക. ക്ലിയർ ആണല്ലോ? യെസ്, സംഭവം സെറ്റാണേ. നമ്പർ ഓഫ് റോസ് m ആണെങ്കിൽ നമ്പർ ഓഫ് കോളംസ് n ആണെങ്കിൽ ഓർഡർ ഓഫ് ദ മെട്രിക്സ് എന്ന് പറയുന്നത് m/n ആണ്. ഓക്കെ, നമ്പർ ഓഫ് എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ m into n, അത് mn എന്നാണ് വായിക്കുക. അത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ ദ മെട്രിക്സ്. ഓക്കെ ആണല്ലോ? ക്ലിയർ? ഇവിടുന്ന് ഒരു ഐഡിയ നമ്മൾ മനസ്സിലാക്കണം. ഒരു മെട്രിക്സിനകത്ത് ഇപ്പം 10 എലമെന്റ്സ് ഉണ്ടെന്ന് വെച്ചോളൂ. ഒരു മെട്രിക്സിൽ 10 എലമെന്റ്സ് ഉണ്ടെന്ന് വെച്ചോളൂ. അതിന് പോസിബിൾ ആയിട്ടുള്ള ഓർഡേഴ്സ് എന്തൊക്കെയായിരിക്കും? 10 എലമെന്റ്സ് ഉള്ള ഒരു മെട്രിക്സിൽ പോസിബിൾ ആയിട്ടുള്ള ഓർഡേഴ്സ് എന്തൊക്കെയായിരിക്കും? എന്തൊക്കെ ഓർഡറുകൾ വരാം? 10/1 മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് 10 കിട്ടും. 10/1 മെട്രിക്സ് 10 റോയും ഒരു കോളവും ഉള്ള മെട്രിക്സ് ആവാം. തിരിച്ച് 1/10 മെട്രിക്സ് ആവാം, ഒരു റോയും 10 കോളവും ഉള്ള മെട്രിക്സ് ആവാം. അന്നേരം ഓർഡർ 10 കിട്ടും. 2/5 മെട്രിക്സ് ആവാം, ശരിയല്ലേ? 2/5 മെട്രിക്സ് ആവാം. 2 റോയും 5 കോളവും ഉള്ള മെട്രിക്സ്. അതിനകത്തെ എലമെന്റ്സ് എന്തായിരിക്കും? അതിനകത്തെ എലമെന്റ്സ് 10 എലമെന്റ്സ് ഉണ്ടാവും. അതേപോലെ 5/2 മെട്രിക്സ് ആണെങ്കിലും അതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടാവും? 10 എലമെന്റ്സ് ഉണ്ടാവും. ശരിയല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതൊക്കെ ഈ മെട്രിക്സിന്, ഒരു 10 എലമെന്റ് ഉള്ള ഒരു മെട്രിക്സിന് വരാൻ സാധിക്കുന്ന പോസിബിൾ ആയിട്ടുള്ള ഓർഡറുകളാണ്. ശരിയല്ലേ? ഇനി 7 എലമെന്റുകൾ ഉള്ള ഒരു മെട്രിക്സ് ആണെങ്കിലോ? 7 എലമെന്റ്സ് ഉള്ള മെട്രിക്സ് ആണെങ്കിൽ അതിന് പോസിബിൾ ഓർഡർ എന്തൊക്കെയായിരിക്കും? അതിന് 7/1 എന്നുള്ള ഒരു ഓർഡർ വരാം, 1/7 എന്നുള്ള ഒരു ഓർഡർ വരാം. ഇങ്ങനെ 2 ഓർഡറുകൾ മാത്രമേ നമുക്ക് 7 എലമെന്റുകൾ ഉള്ള ഒരു മെട്രിക്സിന് പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ എപ്പോഴും ആലോചിക്കുക, ഒരു ഓഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണെങ്കിൽ ഇതൊന്നില്ലെങ്കിൽ നമ്പർ ഓഫ് റോസ് 1 ആയിരിക്കും, അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസ് 1 ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു റോ മെട്രിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കോളം മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ടൈപ്പ് ഓഫ് മെട്രിക്സിൽ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതായത് ഓഡ് നമ്പർ ഓഫ് എലമെന്റ്സേ ഉള്ളൂ എങ്കിൽ അതിന് 2 പോസിബിൾ ഓർഡേഴ്സേ ഉണ്ടാവും. ഈവൻ നമ്പർ ആണെങ്കിൽ 2-ലധികം പോസിബിൾ ഓർഡേഴ്സ് ഉണ്ടാവും. പിടികിട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ജനറൽ ആയിട്ട് ഒരു മെട്രിക്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് കാണുന്നത്. അതായത് A11 ഈ മെട്രിക്സിനകത്തുള്ള എലമെന്റ്സിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? A11 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഫസ്റ്റ് റോ Aij എന്നാണ് ജനറലി ഒരു എലമെന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാം. അവിടെ I എന്ന് പറയുന്നത് ഒരു Aij, ഒരു പർട്ടിക്കുലർ എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് റോയിൽ എത്രാമത്തെ കോളത്തിലാണെന്ന് നമുക്ക് ആ ഒരു എലമെന്റ് നൊട്ടേഷനിൽ നിന്ന് കിട്ടും. ആ I എന്ന് പറയുന്ന റോനെ സൂചിപ്പിക്കുന്നു, J എന്ന് പറയുന്നത് കോളത്തിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ജനറൽ ആയിട്ട് ഒരു എലമെന്റ് നമ്മൾ Aij എന്നാണ് എഴുതുക. അത് I റോനെ സൂചിപ്പിക്കുന്നു, J കോളത്തിനെ സൂചിപ്പിക്കുന്നു. ഇപ്പൊ A11 എന്ന് പറഞ്ഞാൽ A11 എന്ന് പറഞ്ഞാൽ ഈ 1 റോനെ സൂചിപ്പിക്കുന്നു, രണ്ടാമത്തെ 1 കോളത്തിനെ സൂചിപ്പിക്കുന്നു. ശരിയല്ലേ? അതായത് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം
കോയിൻസൈഡിങ് എലമെന്റ് ആണ് A11. കിട്ടിയോ? അടുത്ത A12 ഫസ്റ്റ് റോ സെക്കൻഡ് കോളം കൂട്ടിമുട്ടുന്ന എലമെന്റ് ആണ് നമ്മുടെ A12. കിട്ടിയോ? അപ്പൊ അത് കിട്ടും. എത്രാമത്തെ റോയിൽ എത്രാമത്തെ കോളത്തിലാണ് ഈ എലമെന്റ് ഉള്ളത് നമുക്ക് അതിന്റെ നൊട്ടേഷനിൽ നിന്ന് കിട്ടും. A13 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ തേർഡ് കോളം. അങ്ങനെ nth കോളം ആണ് A1n. ഓക്കെ. അതേപോലെ ഇപ്പൊ A33 എന്ന് പറഞ്ഞാൽ എന്താണ്? A23 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ തേർഡ് കോളം ഈ എലമെന്റ് ഇതാണ് നമ്മുടെ A23. അങ്ങനെ A21, A22, A23, A31, A32, A33, A41, A42 അങ്ങനെ പോയി m നമ്പർ ഓഫ് റോസും n നമ്പർ ഓഫ് കോളംസും ഉണ്ടെങ്കിൽ ലാസ്റ്റ് എലമെന്റ് AMN എന്നുള്ള രീതിയിൽ വരും ഫോർ ആൻ m/n മെട്രിക്സ്. ഓക്കെ. ഇനി നമ്മൾ ഹൗ ക്യാൻ വി ജനറലി റൈറ്റ് എ 2x2 മെട്രിക്സ് 3x3 മെട്രിക്സ് ഇതൊക്കെ ഒന്ന് നമുക്ക് നോക്കി വെക്കാം. നമുക്ക് സാധാരണ വരുന്നത് 2x2 മെട്രിക്സ് ആണെങ്കിലോ 2 റോയും 2 കോളവും ഉണ്ടാവണം. അത് ജനറൽ ആയിട്ട് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ജനറൽ റെപ്രസെന്റേഷൻ ഓഫ് 2x2 ഉം 3x3 അങ്ങ് എഴുതി വെക്കാം. സാധാരണ ഇത് നമുക്ക് ആവശ്യം വരുന്നതാണ്. 2x2 സാധാരണ വരുന്നത് 2 ആയതുകൊണ്ട് ഇതങ്ങ് എഴുതി വെക്കുന്നതുള്ള 3x3 മെട്രിക്സ്. സാധാരണഗതിയിൽ ഒരു 2x2 മെട്രിക്സും 3x3 മെട്രിക്സും അങ്ങനെ നമുക്ക് ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. 2x2 ആണെങ്കിൽ അതിനുള്ള എലമെന്റ് A11, A12, A21, A22 ഇതാണ് സാധാരണഗതിയിൽ ഒരു 2x2 മെട്രിക്സ്. ഓക്കെ. ഇനി 3x3 മെട്രിക്സ് ആണെങ്കിലോ 3 റോയും വേണം 3 കോളവും വേണം. ശരിയല്ലേ? A11, A12, A13, A21, A22, A23, A31, A32, A33 ഇതാണ് എങ്ങനെയുള്ള മെട്രിക്സ്? ഒരു 3x3 ആയിട്ടുള്ള മെട്രിക്സ് 3 റോയും 3 കോളവും ഉള്ള ഒരു മെട്രിക്സ്. കിട്ടിയോ? ഇത് രണ്ടും ഒന്ന് അറിഞ്ഞു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ഇനിയിപ്പോ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരു മെട്രിക്സിനകത്ത് എത്ര എലമെന്റ് ഉണ്ട്? 8 എലമെന്റുകൾ ഉണ്ട്. വാട്ട് ആർ ദ പോസിബിൾ ഓർഡേഴ്സ് ഡസ് ഇറ്റ് ഹാവ്? അതിന്റെ പോസിബിൾ ആയിട്ടുള്ള ഓർഡേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 8 എലമെന്റുകൾ ഉണ്ടെങ്കിൽ ആ ഒരു മെട്രിക്സിന് പോസിബിൾ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഓർഡറുകൾ എന്തൊക്കെയാണ് നോക്കണേ. 8 എലമെന്റുകൾ ഉണ്ട്. 8 എലമെന്റുകൾ ഉണ്ടെങ്കിൽ സ്വയമായിട്ടും എന്താണ്? 8x1 മെട്രിക്സ് ആവാം, അല്ലെങ്കിൽ ഒരു 1x8 മെട്രിക്സ് ആവാം, അല്ലെങ്കിൽ ഒരു 2x4 മെട്രിക്സ് ആവാം, അല്ലെങ്കിൽ ഒരു 4x2 മെട്രിക്സ് ആവാം. ശരിയാണല്ലോ? കിട്ടിയോ? അപ്പൊ 4 എത്ര പോസിബിൾ ഓർഡേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 4 പോസിബിൾ ഓർഡേഴ്സ് നമുക്ക് ഇതിനകത്ത് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? സോ അടുത്തായിട്ട് നമ്മൾ മെട്രിക്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെട്രിക്സിനെ നമ്മൾ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാവണം. നോക്കാം. ടൈപ്സ് ഓഫ് മെട്രിക്സസ് ഓരോന്നും ബേസിക്കലി എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരൊറ്റ കോളം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ. കോളം മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? ഒരൊറ്റ കോളം മാത്രമുള്ള മെട്രിക്സ് ആണ് കോളം മെട്രിക്സ്. ഓൺലി വൺ കോളം. ഒറ്റ കോളം മാത്രമേ ഉള്ളെങ്കിൽ അത് കോളം മെട്രിക്സ് ആണ്. റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺലി വൺ റോ. ഒറ്റ റോ മാത്രമേ ഉള്ളെങ്കിൽ അത് എന്താണ്? റോ മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആയിരിക്കണം. നമ്പർ ഓഫ് റോസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആണെങ്കിൽ ആ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ എന്തായിട്ടുണ്ടാവുള്ളൂ? നോൺ സീറോ മെട്രിക്സ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ. ഡയഗണൽ എലമെന്റ്സ് ആർ നോൺ സീറോ. ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും സീറോ ആയിരിക്കും. ഡയഗണൽ എലമെന്റ്സ് ആർ നോൺ സീറോ. ഓൾ അതേഴ്സ് ആർ സീറോ. ഡയഗണൽ എലമെന്റ്സ് നോൺ സീറോ ആയിരിക്കും. അതായത് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ് നോൺ സീറോ ആയിരിക്കും, ബാക്കിയുള്ള എലമെന്റ്സ് സീറോ ആയിരിക്കും. സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ് വിത്ത് ഓൾ ഡയഗണൽ എലമെന്റ്സ് ആർ സെയിം. സ്കെയിലാർ മെട്രിക്സ് ഇസ് എ ഡയഗണൽ മെട്രിക്സ്. സ്കെയിലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ മെട്രിക്സ് തന്നെയാണ്. വിത്ത് ഓൾ ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കും? എല്ലാ ഡയഗണൽ എലമെന്റ്സും സെയിം ആയിരിക്കും. വിത്ത് ഓൾ ഡയഗണൽ എലമെന്റ്സ് എന്താണ്? സെയിം. ഓക്കെ. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഡയഗണൽ എലമെന്റ്സ് 1 ആയിരിക്കും. ഡയഗണൽ മെട്രിക്സ് വിത്ത് ഡയഗണൽ എലമെന്റ്സ് 1 ആയിരിക്കും. ഡയഗണൽ മെട്രിക്സ് വിത്ത് ഡയഗണൽ എലമെന്റ്സ് 1 ആയിരിക്കും. സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ എലമെന്റ്സും സീറോ ആയിരിക്കും. ഓൾ എലമെന്റ്സ് ആർ സീറോ. എല്ലാ എലമെന്റ്സും സീറോ ആയിട്ടുള്ള മെട്രിക്സ് ആണ് സീറോ മെട്രിക്സ്. ഇതാണ് അതിന്റെ ഒരു ബേസിക്സ് ക്ലാസിഫിക്കേഷൻ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. വലിയ ഡീപ്പായിട്ടൊന്നും അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും അവിടെ നിന്ന് ചോദിക്കില്ല. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒറ്റ റോ മാത്രമേ ഉണ്ടാവുള്ളൂ. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആയിരിക്കും. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സ് നോൺ സീറോ ആയിരിക്കും. ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ സീറോ ആയിരിക്കും. സ്കെയിലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ സെയിം എന്താണ് നോൺ സീറോ ആയിട്ടുള്ള ആ ഡയഗണൽ എലമെന്റ്സ് സെയിം ആയിരിക്കും സ്കെയിലർ മെട്രിക്സിൽ. ഐഡന്റിറ്റി മെട്രിക്സിൽ ആ സെയിം ആയിട്ടുള്ള ഡയഗണൽ എലമെന്റ്സ് 1 ആയിരിക്കും ഐഡന്റിറ്റി മെട്രിക്സിൽ. സീറോ മെട്രിക്സിൽ എല്ലാ എലമെന്റ്സും സീറോ ആയിരിക്കും. ഓക്കെ, ഓരോന്നോരോന്നായിട്ട് ഒന്ന് നോക്കി നോക്കാം, എക്സാമ്പിൾസ് ഉൾപ്പെടെ. കോളം മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ മെട്രിക്സ് ഇസ് സെഡ് ടു ബി കോളം മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി വൺ കോളം. ഒറ്റ കോളം മാത്രമേ ഉള്ളൂ. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 1 2 3 ഒറ്റ കോളമേ ഉള്ളൂ. 3 റോസ് ഉണ്ട്, പക്ഷെ ഒറ്റ കോളമേ ഉള്ളൂ അല്ലെ. 4 6 9 2 ഇതിനൊക്കെ എന്താണ് പ്രത്യേകത? ഇതിനൊക്കെ ഒറ്റ കോളമേ ഉള്ളൂ. ഇവിടെ നമുക്ക് 4 റോസ് ഉണ്ട്, പക്ഷെ ഒറ്റ കോളമേ ഉള്ളൂ. ശരിയല്ലേ? റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി റോ മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി വൺ റോ. ഒറ്റ റോ മാത്രമേ ഉള്ളെങ്കിൽ അതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? റോ മെട്രിക്സ് എന്നുള്ള പേരിട്ട് വിളിക്കുക. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1 2 മെട്രിക്സിനകത്ത് കോമ ഇടില്ല. ഇപ്പൊ 1 2 3 4 ഇവിടെ എന്താണ്? ഒറ്റ റോയേ ഉള്ളൂ, പക്ഷെ 4 കോളംസ് ഉണ്ട് അല്ലെ. ഇതെന്ത് മെട്രിക്സ് ആണ്? ഇതൊരു റോ മെട്രിക്സിന് എക്സാമ്പിൾ ആണ് അല്ലെ. 1 7 ഒറ്റ റോയേ ഉള്ളൂ, പക്ഷെ 2 കോളംസ് ഉണ്ട്. ഇതൊക്കെ എന്ത് മെട്രിക്സിന് എക്സാമ്പിൾ ആണ്? റോ മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് റോസ് ആർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോളംസ്. നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ആണെങ്കിൽ സ്ക്വയർ മെട്രിക്സ് ആണ്. അതായത് എം ഇസ് ഈക്വൽ ടു എൻ ആണെങ്കിൽ അത് എന്താണ്? സ്ക്വയർ മെട്രിക്സ്. എം എന്ന് പറഞ്ഞ നമ്പർ ഓഫ് റോസ്, എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് കോളംസ്. ഓക്കെ ആണല്ലോ. ഒരു സ്ക്വയർ മെട്രിക്സിനകത്ത് ആ ഡയഗണൽ ആയിട്ട് വരുന്ന A11 A22 A33 അങ്ങനെ വരുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ ഡയഗണൽ എലമെന്റ്സ് അല്ലെങ്കിൽ ഡയഗണൽ എൻട്രീസ് എന്നുള്ള പേരിട്ട് നമ്മൾ വിളിക്കുക. ഓക്കെ, ഇതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 2 3 4 ഇതെന്താണ്? 2x2 സ്ക്വയർ മെട്രിക്സ് ആണ്. ഓക്കെ, 1 2 3 4 2 1 9 8 7 ഇതെന്ത് മെട്രിക്സ് ആണ്? ഒരു 3x3 സ്ക്വയർ മെട്രിക്സ് ആണ്. കിട്ടിയോ? ക്ലിയർ ആണോ നോക്കണേ. ഇതാണ് നമ്മുടെ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. ഇനി എന്താണ് ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കുന്നത്? ഓൾ ഡയഗണൽ എലമെന്റ്സ് ആർ സീറോ. ഓർ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നോൺ ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഡയഗണൽ എലമെന്റ്സ് ആർ നോൺ സീറോ ആൻഡ് ഓൾ അതർ എലമെന്റ്സ് ആർ സീറോ. ശ്രദ്ധിച്ചിരിക്കണേ. ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണെന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഡയഗണൽ എലമെന്റ്സ് അല്ലാത്ത എല്ലാവരും എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം സീറോ ആയിരിക്കണം. ഓക്കെ, ഡയഗണൽ എലമെന്റ്സ് എല്ലാം നോൺ സീറോ ആവണമെന്നില്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു നോൺ സീറോ എങ്കിലും ഉണ്ടായാൽ മതി. ഇവിടെ ഓൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവും. ഡയഗണൽ എലമെന്റ്സ് ആർ നോൺ സീറോ എനി വൺ ഓഫ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. എനി ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആർ നോൺ സീറോ ആൻഡ് ഓൾ അതേഴ്സ് ആർ സീറോ. എല്ലാ ഡയഗണലും സീറോ ആയി കഴിഞ്ഞാൽ അത് സീറോ മെട്രിക്സ് ആയിപ്പോൾ. ഏതെങ്കിലും ഒരു ഡയഗണൽ എലമെന്റ് നോൺ സീറോ ആയിട്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ എല്ലാ ഡയഗണലും നോൺ സീറോ ആയിരിക്കണം. ബാക്കിയുള്ള എലമെന്റ് സീറോ ആയാൽ മതി. ഓക്കെ, അതായത് ഇപ്പം AIJ എന്ന് പറയുന്നതിൽ I ഈക്വൽ ടു J എന്ന് പറയുന്നതാണ് ഡയഗണൽ എലമെന്റ്സ്. അപ്പൊ I നോട്ട് ഈക്വൽ ടു J ആവുന്ന എല്ലാ എലമെന്റുകളും സീറോ ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ കണ്ടീഷൻ. ഓക്കെ, ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? A is ഈക്വൽ ടു 1 2 ബാക്കി രണ്ട് എലമെന്റ് സീറോ ആയിരിക്കും. B is ഈക്വൽ ടു 3 4 6 ബാക്കിയുള്ള എല്ലാ എലമെന്റുകളും എന്തായിരിക്കണം? സീറോ ആയിരിക്കണം. ഇതെല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ ആണ്? ഓൾ ഓഫ് ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഡയഗണൽ മെട്രിക്സസ്. സ്കെയിലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ആ ഡയഗണൽ മെട്രിക്സിനകത്ത്
ഡയഗണൽ എലമെന്റ്സ് ഈക്വൽ ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്കെയിലാർ മെട്രിക്സ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ഡയഗണൽ മെട്രിക്സിനകത്ത് ഡയഗണൽ എലമെന്റ്സ് ഈക്വൽ ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? സ്കെയിലാർ മെട്രിക്സ് എന്നുള്ള പേരിട്ട് വിളിക്കുക. സ്കെയിലാർ മെട്രിക്സ് ഇസ് എ ഡയഗണൽ മെട്രിക്സ് വിത്ത് ഓൾ ഡയഗണൽ എലമെന്റ്സ് ആർ ഈക്വൽ. അതായത് ചുരുക്കി പറഞ്ഞ എത്രേ ഉള്ളൂ, ഇപ്പം 2 2 2 ഇത് ഡയഗണൽ മെട്രിക്സ് ആണ്, ബാക്കിയുള്ള എല്ലാ എലമെന്റും എന്താവും? 0. സോ ദിസ് ഈസ് എ സ്കെയിലാർ മെട്രിക്സ്. ഇത് ഡയഗണൽ മെട്രിക്സ് ആണ്, പെർട്ടിക്കുലർലി ആ ഡയഗണൽ എലമെന്റ്സ് സെയിം ആയതുകൊണ്ട് ഇതെന്തായി? സ്കെയിലാർ മെട്രിക്സ് ആയി. ശരിയല്ലേ? 5 5 5 0 0 0 0 0 0. ദിസ് ഈസ് എ സ്കെയിലാർ മെട്രിക്സ്. 8 8 0 0. ദിസ് ഈസ് എ സ്കെയിലാർ മെട്രിക്സ്. ഇതെല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ ആണ്? ഓൾ ഓഫ് ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് എന്താണ്? സ്കെയിലാർ മെട്രിസസ്. ഇതെല്ലാം തന്നെ സ്കെയിലാർ മെട്രിക്സുകൾക്ക് എക്സാമ്പിൾ ആണ്. കിട്ടിയോ? അടുത്ത നോക്കിയോളൂ, ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ആ സ്കെയിലാർ മെട്രിക്സിനകത്ത് ഡയഗണൽസ് സെയിം ആവുകയാണെങ്കിൽ അത് സ്കെയിലാർ മെട്രിക്സ് ആവുമെന്ന് ഞാൻ പറഞ്ഞു. ആ സെയിം ആയിട്ടുള്ള ഡയഗണൽ 1 ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? ഐഡന്റിറ്റി മെട്രിക്സ് എന്നുള്ള പേരിട്ട് വിളിക്കുക. അതായത് ഐഡന്റിറ്റി മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഐ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഇറ്റ്സ് ഡിനോട്ടഡ് ആസ് ഐ. ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 ആണെങ്കിൽ I2 എന്ന് എഴുതാം നമുക്ക്. അതെന്താണ്? ഡയഗണൽ ആയിട്ട് 1 വരും, ബാക്കി 2 എലമെന്റ് 0 വരും. ഓക്കെ. ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണെങ്കിലോ ഡയഗണൽ ആയിട്ട് 1 1 1 വരും, ബാക്കിയുള്ള എലമെന്റ് ഒക്കെ 0 ആവും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഐഡന്റിറ്റി മെട്രിക്സ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഐ ഈക്വൽ ടു ജെ ആവുന്നതാണ് ഡയഗണൽ എലമെന്റ്, അന്നേരം അത് 1 ആയിരിക്കും. ഐ നോട്ട് ഈക്വൽ ടു ജെയിലെല്ലാം 0 ആയിരിക്കും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഐഡന്റിറ്റി മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഐ ഉപയോഗിച്ചിട്ടാണ്. ഇമ്പോർട്ടന്റ് ആണ്, കറക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് മനസ്സിലാക്കി വെക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. ഇനി സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെട്രിക്സിനകത്തുള്ള എല്ലാ എൻട്രീസും എല്ലാ എലമെന്റ്സും 0 ആണെങ്കിൽ നമ്മൾ ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സീറോ മെട്രിക്സ്. ഇഫ് ദ ഓൾ എൻട്രീസ് ഓഫ് എ മെട്രിക്സ് ഈസ് 0, then that matrix is called as a zero matrix. നോക്കിക്കേ, എന്താ സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ? എ മെട്രിക്സ് ഇസ് സെഡ് ടു ബി സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? നൾ മെട്രിക്സ്. ഓൾ ദ എലമെന്റ്സ് ആർ 0. 0 0 0 0 സീറോ മെട്രിക്സിന് എക്സാമ്പിൾ ആണല്ലോ. ഓക്കെ, 0 0 ഓൾ ഓഫ് ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ്. അതായത് ഒരു മെട്രിക്സിലുള്ള എലമെന്റുകളൊക്കെ 0 ആണെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് ഏത് പേരിട്ട് വിളിക്കാം? ദാറ്റ് ഈസ് കോൾഡ് ആസ് എ സീറോ മെട്രിക്സ്. ഓക്കെ, ഇനി രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ, അതിനെ നമ്മൾ ഇക്വാലിറ്റി ഓഫ് മെട്രിക്സസ് എന്നുള്ള പേരിട്ട് വിളിക്കും. ഓക്കെ, രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് 1 1th പൊസിഷൻ, 2 2th പൊസിഷൻ, 3 3th പൊസിഷൻ, അതാത് പൊസിഷനിൽ നിൽക്കുന്ന എലമെന്റുകളെല്ലാം തന്നെ സെയിം ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന് പറയാം. നമ്മളിപ്പോൾ കോംപ്ലക്സ് നമ്പർ പഠിക്കുമ്പോൾ ഇക്വാലിറ്റി ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കും. രണ്ട് കോംപ്ലക്സ് നമ്പർ സെയിം ആണെങ്കിൽ റിയൽ പാർട്ടുകളും സെയിം ആയിരിക്കണം, ഇമാജിനറി പാർട്ടുകളും സെയിം ആയിരിക്കണം. അതേപോലെ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ സെയിം ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് പൊസിഷനിൽ നിൽക്കുന്ന എലമെന്റുകൾ തമ്മിൽ സെയിം ആയിരിക്കണം. രണ്ട് ഓർഡേർഡ് പെയറുകൾ തമ്മിൽ സെയിം ആവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും തമ്മിൽ സെയിം ആയിരിക്കണം എന്ന് ഇക്വാലിറ്റി ഓഫ് ഓർഡേർഡ് പെയേഴ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് നമുക്കിനി അടുത്ത യൂണിറ്റിൽ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ മെട്രിക്സിന്റെ ഇക്വാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ സെയിം ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റുകൾ തമ്മിൽ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ചുരുക്കി പറഞ്ഞ എത്ര ഉള്ളൂ, മെട്രിക്സ് എ ബി സി ഡി എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ രണ്ട് മെട്രിക്സ് സെയിം, കറസ്പോണ്ടിങ് എലമെന്റ് സെയിം ആവണമെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എലമെന്റ് ഉണ്ടാവണം. കറസ്പോണ്ടിങ് ആയിട്ട് എലമെന്റ് ഉണ്ടാവണമെങ്കിൽ അതിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. ദ ഫസ്റ്റ് കണ്ടീഷൻ ഫോർ ദ ഇക്വാലിറ്റി ഓഫ് ടു മെട്രിക്സസ് ഇസ് ദാറ്റ് ദെയർ ഓർഡർ ഷുഡ് ബി സെയിം. അതിന്റെ ഓർഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ദേ ആ സെയിം ഓർഡർ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റുകൾ തമ്മിൽ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതായത് എ ഐ ജെ എന്നുള്ള എലമെന്റുകളെല്ലാം ബി ഐ ജെ എന്നുള്ള എലമെന്റ്, A12 എന്ന് പറയുന്നത് B12 ആയിരിക്കണം, A13 എന്ന് പറയുന്നത് B13 ആയിരിക്കണം. എ മെട്രിക്സിലും ബി മെട്രിക്സിലെയും കഥയാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇത്രേ ഉള്ളൂ. മെട്രിക്സ് എ ബി സി ഡി എന്ന് പറയുന്നത് മെട്രിക്സ് പി ക്യു ആർ എസിന് ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ റാങ്ക് സെയിം ആണ്, ഇപ്പോഴേ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റുകൾ നമുക്ക് കിട്ടുള്ളൂ. അതായത് എ എന്ന് പറയുന്നത് എന്തായിരിക്കണം?
പി ആയിരിക്കണം. ഇത് സെയിം ആണെന്ന് പറയണം. എ പി ആയിരിക്കണം, ബി എന്ന് പറയുന്നത് ക്യൂ ആയിരിക്കണം, സി എന്ന് പറയുന്നത് ആർ ആയിരിക്കണം, ഡി എന്ന് പറയുന്നത് എന്തായിരിക്കണം? എസ് ആയിരിക്കണം. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ ഇക്വാലിറ്റി. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ഈക്വൽ ആവാനുള്ള കണ്ടീഷൻ. കിട്ടിയോ? രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ഈക്വൽ ആവാനുള്ള കണ്ടീഷനാണിത്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മെട്രിക്സിന്റെ ഓൾജിബ്രയാണ്. ഓൾജിബ്ര ഓഫ് മെട്രിക്സസ്. രണ്ട് മെട്രിക്സുകളെ നമുക്ക് എങ്ങനെ കൂട്ടാം, രണ്ട് മെട്രിക്സുകൾ തമ്മിൽ എങ്ങനെ കുറയ്ക്കാം, ഒരു മെട്രിക്സിനെ ഒരു സ്കെയിലാർ ഉപയോഗിച്ച് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, അടുത്ത നാലാമത്തെ ഓപ്പറേഷൻ രണ്ട് മെട്രിക്സുകളെ തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഈ മൂന്ന് ഓപ്പറേഷൻസ് വളരെ എളുപ്പമാണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാവരും പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ്. ഓക്കെ, അതുകൊണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോക്കാം. സിമ്പിൾ ആയിട്ട് നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാവുന്ന കാര്യങ്ങളുള്ളൂ. ഒരുപാട് സമയം നമ്മൾ അവിടെ ചിലവഴിക്കേണ്ട ആവശ്യമില്ല. നോക്കണേ, രണ്ട് മെട്രിക്സുകൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യാണെന്ന് വിചാരിക്കാം. എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ പോലെ എ ബി സി ഡി എന്ന് എഴുതണ്ടല്ലോ. മെട്രിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെ ഓർഡർ സെയിം ആയിരിക്കണം എന്നുണ്ട്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഓർഡർ സെയിം ആയിരിക്കണം നിർബന്ധമില്ല, പക്ഷെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണം. അതിനെക്കുറിച്ച് പറയാം. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ അതിനെക്കുറിച്ച് പറയാം. ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡർ സെയിം ആയിരിക്കണം. സബ്ട്രാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഓർഡർ സെയിം, നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് മെട്രിക്സുകളുടെ ഓർഡർ സെയിം ആയിരിക്കണം എന്ന് നിർബന്ധം. ഓക്കെ, 1 2 3 4 ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റ്സിനെ സബ്ട്രാക്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. 1 2 3 4 പ്ലസ് 1 2 1 3 ഒന്ന് ആഡ് ചെയ്ത് പറഞ്ഞേടാ, എല്ലാവർക്കും പറയാം. 1 1 കൂട്ടി 2, 2 2 കൂട്ടി 4, 3 1 കൂട്ടി 4, 4 3 കൂട്ടി 7. പരിപാടി കഴിഞ്ഞു. ഇങ്ങനെയാണ് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നത്, കൂട്ടുന്നത്. പ്രശ്നമൊന്നുമില്ലല്ലോ, കറസ്പോണ്ടിങ് എലമെന്റ് കൂട്ടി വെച്ചാൽ മതി. അതിനകത്തൊന്നും നമുക്ക് പ്രശ്നമില്ല, വളരെ എളുപ്പമാണ്. ഇനി രണ്ട് മെട്രിക്സ് തമ്മിൽ കുറയ്ക്കുമ്പോഴോ, രണ്ട് മെട്രിക്സുകൾ തമ്മിൽ നമ്മൾ കുറയ്ക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റുകളെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, സബ്ട്രാക്ട് ചെയ്താൽ മതി. ശരിയാണല്ലോ, കറസ്പോണ്ടിങ് എലമെന്റുകളെ നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഒരു എക്സാമ്പിൾ നോക്കാം. 3 4 1 2 മൈനസ് 1 2 3 4. കുറച്ച് പറഞ്ഞേ. മൂന്നിൽ നിന്നും 1 കുറച്ച് 2, 4 നിന്നും 2 കുറച്ച് 2, 1 നിന്നും 3 കുറച്ച് -2, 2 നിന്നും 4 കുറച്ച് -2. കിട്ടിയോ? അപ്പം ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും ഒന്നും വലിയ പ്രശ്നമില്ല, ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് വിത്ത് എ സ്കെയിലാർ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സ്കെയിലാർ കൊണ്ട് നമ്മൾ ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ മെട്രിക്സിലുള്ള എല്ലാ എലമെന്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം, ആ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, എന്താണ് സംഭവം? ഒരു സ്കെയിലാർ കൊണ്ട് നമ്മൾ ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ മെട്രിക്സിനകത്തുള്ള എല്ലാ എലമെന്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം, ആ സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ സ്കെയിലാർ എന്ന് ഉദ്ദേശിക്കുന്ന നമ്പേഴ്സ് ആണ് കേട്ടോ. പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പൊ 2 ഇൻറ്റു മെട്രിക്സ് 1 2 3 4 ആണെന്ന് വെച്ചോളൂ. നമ്മൾ ഈ 2വിനെ 1 കൊണ്ടും ഗുണിക്കണം, 2വിനെ 2 കൊണ്ടും ഗുണിക്കണം, 3 കൊണ്ടും ഗുണിക്കണം, 4 കൊണ്ടും ഗുണിക്കണം. എല്ലാ എലമെന്റ്സിലേക്കും ആ 2 കയറും. ഓക്കെ, അതായത് എന്താണ് വരിക, 2 ഇൻറ്റു 2 2 വരും, 2 ഇൻറ്റു 1 2 വരും, 2 ഇൻറ്റു 2 4 വരും, 2 ഇൻറ്റു 3 6 വരും, 2 ഇൻറ്റു 4 8 വരും. ഇങ്ങനെ കിട്ടും ആൻസർ. ഐഡിയ ഇവിടെ കിട്ടിയോ? ക്ലിയർ അല്ലേ? ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് വിത്ത് എ സ്കെയിലാർ. ഒരു സ്കെയിലാർ കൊണ്ട് നമ്മൾ ഒരു മെട്രിക്സിനെ ഗുണിക്കുകയാണെങ്കിൽ ആ മെട്രിക്സിനകത്തുള്ള എല്ലാ എലമെന്റ്സിലേക്കും ആ സ്കെയിലാർ കയറും. ഓക്കെ, ഇപ്പൊ ഒരു കെ ഇൻറ്റു കെ, ഇവർ കെ ഇസ് സ്കെയിലാർ ആണെന്ന് വിചാരിക്കുക. കെ ഇൻറ്റു എ ബി സി ഡി ആണെങ്കിൽ, കെ ഇൻറ്റു എ ബി സി ഡി ആണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താണ് വരിക, എ കെ ബി കെ സി കെ ഡി കെ. ഓക്കെ, ഇങ്ങനെ വരും ആൻസർ, കാരണം എല്ലാ എലമെന്റിലേക്കും അത് കയറും. ക്ലിയർ അല്ലേ? ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് വിത്ത് എ സ്കെയിലാർ എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു മെട്രിക്സസ്. ഓക്കെ, രണ്ട് മെട്രിക്സുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പൊ നമ്മൾ മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യുന്ന കാര്യം വളരെ എളുപ്പമാണ്.
മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കുറച്ച് പ്രയാസമാണ്. പ്രയാസം എന്നല്ല, സംവാട്ട് എ ഡിഫിക്കൽട്ട് പ്രോസസ് കമ്പയർഡ് ടു അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ സ്കെയിലർ. ഈ മൂന്ന് പ്രോസസ്സിന്റെ ഈസിനെസ്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറച്ച് ചിന്തിച്ച് ചെയ്യാനുണ്ട്. അപ്പൊ ആദ്യമേ തന്നെ രണ്ട് മെട്രിക്സുകൾ കിട്ടിയാൽ അത് മൾട്ടിപ്ലിക്കബിൾ ആണോ എന്ന് നമുക്ക് തിരിച്ചറിയണം. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ, മൾട്ടിപ്ലിക്കബിൾ ആണോ എന്ന് നമുക്ക് അറിയണമല്ലോ. അത് അറിയുന്നതിൽ നിന്ന് തന്നെ, ആ ഒരു ഐഡിയയിൽ നിന്ന് തന്നെ മുൻപ് ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എക്സാമിന്. ഓക്കെ, നോക്കാം. നോക്കടാ, ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, അതിന്റെ ഓർഡർ m/n ആണെന്ന് വിചാരിക്കാം. ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, അതിന്റെ ഓർഡർ p/q ആണെന്ന് വിചാരിക്കാം. ഈ രണ്ട് മെട്രിക്സുകളെ തമ്മിൽ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു സി എന്ന മെട്രിക്സ് എന്ന് എനിക്ക് എഴുതണമെങ്കിൽ, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. നേരത്തെ പറയുന്ന പോലെ സെയിം ഓർഡർ ആവണമെന്ന് നിർബന്ധമില്ല. സെയിം ഓർഡർ ആണെങ്കിൽ ഒബ്വിയസ്ലി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷെ അല്ലാതെയും പറ്റും. എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ മെട്രിക്സിലെ നമ്പർ ഓഫ് കോളംസ്, ആദ്യത്തേത് എന്ന് എടുത്തു പറയാൻ കാരണം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്നതുകൊണ്ടാണ്. അതായത് എ ബി ചെയ്യുന്നതും ബി എ ചെയ്യുന്നതും ഈക്വൽ അല്ല. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ആദ്യത്തേതെന്നും രണ്ടാമത്തേതെന്നും എടുത്തു പറയുന്നത്. 2x3 ആണെങ്കിലും 3x2 ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് 3 സെക്കൻഡ് 2 എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം 2x3 എടുത്താലും 3x2 എന്ന് എടുത്താലും ഒന്ന് തന്നെയാണ്, 6 തന്നെയാണ് ആൻസർ. പക്ഷെ എ ബി അല്ല ബി എ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ ആ കാര്യം ശ്രദ്ധിക്കാം. ഇനി നോക്കണേ, എ മെട്രിക്സിനെ ബി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ ആദ്യത്തെ മെട്രിക്സിലെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് n, അത് രണ്ടാമത്തെ മെട്രിക്സിലെ നമ്പർ ഓഫ് റോസ്, അതായത് പിക്ക് ഈക്വൽ ആയിരിക്കണം. m/n എന്ന് പറഞ്ഞാൽ റോസ് ബൈ കോളംസ് എന്നാണല്ലോ സാധാരണ ഓർഡർ എഴുതുക. അതായത് n is equal to p ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ രണ്ട് മെട്രിക്സുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുള്ള കണ്ടീഷനാണ്. മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ്, n is equal to p ആയിരിക്കണം. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ മൾട്ടിപ്ലൈങ് ടു മെട്രിക്സസ്. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ പറയാൻ പറ്റും. ബാക്കി നിൽക്കുന്ന രണ്ടുപേരുണ്ടല്ലോ, എമ്മും ക്യൂവും, ആ m/q ആയിരിക്കും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സിയുടെ ഓർഡർ. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കണം. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ ആദ്യത്തെ മെട്രിക്സിലെ നമ്പർ ഓഫ് കോളംസും രണ്ടാമത്തെ മെട്രിക്സിലെ നമ്പർ ഓഫ് റോസും തമ്മിൽ സെയിം ആയിരിക്കണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, m/q ആയിരിക്കും. കിട്ടിയോ? ഐഡിയ പിടി കിട്ടിയോ? ഇനി എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. നോക്കണേ, അപ്പം ABCD ഇൻറ്റു PQRS എന്ന് ആദ്യമേ എടുത്ത് നോക്കാം. മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ. രണ്ട് മെട്രിക്സ് തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ ആദ്യത്തെ മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യണം, റോ വൈസ് തിരിക്കണം. രണ്ടാമത്തെ മെട്രിക്സിനെ നമ്മൾ കോളം വൈസ് തിരിക്കണം. ഓക്കെ, ആദ്യത്തെ മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്തു, റോ വൈസ് തിരിച്ചു. രണ്ടാമത്തെ മെട്രിക്സിനെ നമ്മൾ കോളം വൈസ് തിരിച്ചു. എന്നിട്ട് ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് എലമെന്റ്. ശരിയല്ലേ? ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്താൽ, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം കറസ്പോണ്ടിങ് എലമെന്റ്. അതായത് a ഇൻറ്റു പി പ്ലസ് ബി ഇൻറ്റു ആർ. ഫസ്റ്റ് റോ എ ബി ആണ്, ഫസ്റ്റ് കോളം പി ആർ ആണ്. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളത്തിനെ ഓപ്പറേറ്റ് ചെയ്ത് ഫസ്റ്റ് എലമെന്റ് a ഇൻറ്റു പി പ്ലസ് ബി ഇൻറ്റു ആർ. ഇനി ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ ഓപ്പറേറ്റ് ചെയ്ത് അടുത്ത എലമെന്റ് എന്തുവരും, a ഇൻറ്റു ക്യൂ പ്ലസ് a ഇൻറ്റു ക്യൂ പ്ലസ് ബി ഇൻറ്റു എസ്. ശരിയല്ലേ? a ഇൻറ്റു ക്യൂ പ്ലസ് ബി ഇൻറ്റു എസ്. ഇനി സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം അടുത്ത എലമെന്റ് സി ഇൻറ്റു പി പ്ലസ് ഡി ഇൻറ്റു ആർ. സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം ലാസ്റ്റ് എലമെന്റ് എന്തുവരും, സി ഇൻറ്റു ക്യൂ പ്ലസ് ഡി ഇൻറ്റു എസ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി എഴുതിയാണ്. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് മെട്രിക്സ് റോ വൈസ് അങ്ങ് തിരിക്കുക.
സെക്കൻഡ് മെട്രിക്സ് എന്ത് ചെയ്യുക, കോളം വൈസ് തിരിക്കുക. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം എ ബി സി ഇൻറ്റു പി ക്യു ആർ. ഓക്കെ, നോക്കണേ, ഇവിടെ ആദ്യത്തെ മെട്രിക്സിന്റെ ഓർഡർ എന്താ, 3 റോ 1 കോളം. ഇതിന്റെ ഓർഡർ എന്താ, 1 റോ 3 കോളം. ഓക്കെ, ഇപ്പം 1 1 സെയിം ആണല്ലോ, 1 ഈക്വൽ ടു 1 ആണ്. നമുക്ക് കിട്ടാൻ പോകുന്നതിന്റെ ഓർഡർ എന്താണെന്ന് എഴുതി വെക്കാം, 3/3 ആയിരിക്കും. ശരിയാണല്ലോ. ആദ്യത്തെ മെട്രിക്സ് നമ്മൾ റോ വൈസ് തിരിക്കുന്നു, അടുത്ത മെട്രിക്സ് നമ്മൾ കോളം വൈസ് തിരിക്കുന്നു. കിട്ടാൻ പോകുന്ന ഒരു 3/3 മെട്രിക്സ് ആണ്. അതിൽ ഫസ്റ്റ് എലമെന്റ് എന്താ, എ ഇൻറ്റു പി. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെന്റ്, ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം സെക്കൻഡ് എലമെന്റ്, എ ഇൻറ്റു ക്യൂ. ശരിയല്ലേ, എ ഇൻറ്റു ക്യൂ. ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളം അടുത്ത എലമെന്റ്, എ ഇൻറ്റു ആർ. ശരിയാണല്ലോ. അതേപോലെ ബി പി ബി ക്യൂ, ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ്, ബി ആർ. അതേപോലെ സി പി സി ക്യൂ സി ആർ. കിട്ടിയ മെട്രിക്സ് എന്തിന്റെ ഓർഡർ എന്താണ്, 3/3 ഓർഡർ ആണ്. കിട്ടിയോ? ഇതാണ് രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ഒരു ബേസിക് ഐഡിയ. ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വേരിയബിൾസ് ഇട്ട് എഴുതുന്നത്. വേരിയബിൾസ് ഇട്ട് എഴുതിയ ഒരു ഐഡിയ കിട്ടിയിട്ട് നമ്പർ തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്പർ ഇട്ടൊന്ന് എഴുതി നോക്കിയാലോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 1 2 3 4 ഇൻറ്റു -1 2 3 6. ഓക്കെ, ആദ്യം എന്ത് ചെയ്തു, ഈ മെട്രിക്സ് റോ വൈസ് തിരിച്ചു, ഇത് കോളം വൈസ് തിരിച്ചു. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ഫസ്റ്റ് എലമെന്റ്, 1 ഇൻറ്റു -1 -1 പ്ലസ് 2 ഇൻറ്റു 3 6. ഓക്കെ ആണല്ലോ. ഇനി ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം, 1 ഇൻറ്റു 2 2 പ്ലസ് 2 ഇൻറ്റു 6 12. ഓക്കെ, സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, 3 ഇൻറ്റു -1 -3 പ്ലസ് 3 ഇൻറ്റു 4 12. സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം, 2 ഇൻറ്റു 3 6 പ്ലസ് 6 4 24. ഓക്കെ, ഇത് ചെയ്തെടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. 6 1 കുറച്ച് 5 14, 12 3 കുറച്ച് 9, ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 കിട്ടും. ഓക്കെ അല്ലേ, ഈ രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ശരിയല്ലേ. 6 1 കുറച്ച് 5, 14, 13, 12 3 കുറച്ച് 9, 24 6 കുറച്ച് 30. സോറി, 24 6 കൂട്ടി 30. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചെയ്ത പോലെ തന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് പോകാം അല്ലെ. ആദ്യത്തെ മെട്രിക്സ് റോ വൈസ് തിരിക്കുക, അടുത്ത മെട്രിക്സ് കോളം വൈസ് തിരിക്കുക. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം, അങ്ങനെ അടുത്ത റോ കംപ്ലീറ്റ് ചെയ്യാം. തേർഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം, തേർഡ് റോ കൊണ്ട് സെക്കൻഡ് കോളം, അങ്ങനെ അടുത്ത റോ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ആ ഓപ്പറേഷൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഐഡിയ കിട്ടിയല്ലോ. ഇനി കൂടുതൽ മൾട്ടിപ്ലിക്കേഷൻ എന്തായാലും നമ്മളിപ്പോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ കുറെ ചെയ്യേണ്ടി വരും. അപ്പോൾ ചെയ്ത് ചെയ്തങ്ങ് സെറ്റ് ആയിക്കോളും. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്രാഥമികമായ ധാരണ, അടിസ്ഥാന ധാരണ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം നമുക്ക്. അഡീഷന്റെയും മൾട്ടിപ്ലിക്കേഷന്റെ ഒക്കെ പ്രോപ്പർട്ടി നോക്കാം. അഡിഷനും സബ്ട്രാക്ഷനും ഒരേ പ്രോപ്പർട്ടീസ് തന്നെയാണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ ആണ്. അതായത് എ പ്ലസ് ബി എന്ന് പറയുന്നതും ബി പ്ലസ് എ എന്ന് പറയുന്നതും സെയിം ആണ്. അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നതും എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നതും സെയിം ആണ്. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം എ മെട്രിക്സിന്റെ കൂടെ സീറോ മെട്രിക്സ് സീറോ മെട്രിക്സ് 0 കൊണ്ടാണ്, ഓ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാട്ടോ. ആഡ് ചെയ്യുന്നതും സീറോ മെട്രിക്സിന്റെ കൂടെ എ മെട്രിക്സ് ആഡ് ചെയ്യുന്നതും സെയിം ആണ്. സോ ദിസ് ഈസ് ദ അഡിറ്റീവ് ഐഡന്റിറ്റി. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ മെട്രിക്സിന്റെ കൂടെ മൈനസ് ഓഫ് എ മെട്രിക്സിന്റെ നെഗറ്റീവ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സീറോ മെട്രിക്സ് കിട്ടും. ഇതാണ് അഡിഷന്റെ ലോസ്. ഇതേ ലോസ് തന്നെയാണ് സബ്ട്രാക്ഷനിലും വരിക. മൾട്ടിപ്ലിക്കേഷൻ അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ഒന്നും അവിടെ നിന്ന് ചോദിക്കില്ല. പക്ഷെ അത് പറയേണ്ട ഒരു ബാധ്യത നമുക്കുണ്ടല്ലോ ആസ് എ ടീച്ചർ. പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണേ. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല.
നമ്മുടെ ഗ്രൂപ്പ് തിയറി ഒക്കെ കഴിഞ്ഞ എക്സാമിന് വേണ്ടി പഠിച്ച ആൾക്കാരാണ് ഇതിൽ മെജോറിറ്റി ആൾക്കാരും. അവിടെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അബീലിയൻ ഗ്രൂപ്പും സംഭവങ്ങളൊക്കെ നമ്മളവിടെ കുറച്ച് മെനക്കെട്ട സംഭവമല്ലേ അത്. അവിടെ നിങ്ങൾ ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ പഠിച്ചവർക്ക് എന്തും മറക്കാൻ സാധ്യതയില്ല. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ചിലരൊക്കെ അത് വല്ലാതെ ഓർക്കുന്നുണ്ടാവും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതായത് ദാറ്റ്സ് ദ വൺ പ്രോപ്പർട്ടി ദാറ്റ് പ്രിവെന്റ്സ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ടു ബി ആൻ അബീലിയൻ ഗ്രൂപ്പ് എന്ന് നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പിനെ അബീലിയൻ ഗ്രൂപ്പ് ആക്കുന്ന പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അതിനകത്ത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ലാണ്ടാവുന്നത് അത് ഈ കമ്മ്യൂട്ടേറ്റീവ് അല്ലാത്തതുകൊണ്ടാണ് അബീലിയൻ ആവാത്തത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് അതായത് ഇവിടെ നമ്മൾ പറയേണ്ടത് എ ബി ഇസ് നോട്ട് ഈക്വൽ ടു ബി എ ബി എന്തല്ല, ബി എക്ക് ഈക്വൽ അല്ല. ഇനി അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. അതായത് എ ഇൻറ്റു ബി ഇൻറ്റു സി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? എ ഇൻറ്റു ബി സിക്ക് ഈക്വൽ ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് എ സി ആണ്. ദിസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എ മെട്രിക്സിനെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണോ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുന്നത് അതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഐ തന്നെയാണ്. എനെ നമ്മൾ ഐ കൊണ്ട് ഗുണിച്ചാൽ, വേറെ ഐ ഇസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. എ മെട്രിക്സിനെ ഐ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എ തന്നെ കിട്ടും. ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി കൊണ്ട് ഗുണിച്ചാൽ ആ മെട്രിക്സ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഈസ് ഐഡന്റിറ്റി മെട്രിക്സ്. അഡിറ്റീവ് ഐഡന്റിറ്റി ഈസ് സീറോ മെട്രിക്സ് ഓഫ് സെയിം ഓർഡർ എന്ന് തന്നെയാണ്. ഐഡന്റിറ്റി മെട്രിക്സ് എയുടെ ഓർഡർ എന്താണോ അതേ ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. ഓക്കെ. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ മെട്രിക്സിനെ നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണോ നമുക്ക് ഐ കിട്ടുന്നത് അതിനെ എ ഇൻവേഴ്സ് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഐ കിട്ടുന്നത്. ഈ എ ഇൻവേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. സോ ഇതൊക്കെ അതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഒന്ന് രണ്ട് MCQs നോക്കാം അല്ലെ. നോക്കിയോളൂ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് പേടിക്കേണ്ട ആവശ്യം ഇല്ലാത്തത്? നമുക്ക് മൊത്തത്തിൽ ഇരുന്ന് എല്ലാം കൂടി ഇരുന്ന് ഗുണിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരില്ല. ഒന്ന് രണ്ട് എലമെന്റ് ആകുമ്പോഴേ നമുക്ക് ആൻസർ എന്ന് തോന്നുള്ളൂ. എന്തായാലും ഫസ്റ്റ് എലമെന്റ് 5 ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ. സെക്കൻഡ് എലമെന്റ് കണ്ടുപിടിച്ച ആൻസർ, കാരണം എല്ലായിടത്തും സെക്കൻഡ് എലമെന്റ് വ്യത്യാസം. സെക്കൻഡ് എലമെന്റ് എന്താ? ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളത്തിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സെക്കൻഡ് എലമെന്റ്. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം ആണ് ഫസ്റ്റ് എലമെന്റ്. സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എഴുതിയോളൂ. ഫസ്റ്റ് റോ കൊണ്ട് ഫസ്റ്റ് കോളം അല്ലെ. 1 into 2 എന്ന് പറയുന്നത് 2 പ്ലസ് 3 into 1 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 0 into -1 എന്ന് പറഞ്ഞാൽ 0. 3 into 5 വരും ഫസ്റ്റ് എലമെന്റ്. ഓക്കെ. അടുത്ത എലമെന്റ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം 1 into 3 പ്ലസ് 3 into 2 പ്ലസ് 0 into 1, അതായത് 3 പ്ലസ് 6 9 ആണ് അടുത്ത എലമെന്റ് കിട്ടുക. അടുത്ത എലമെന്റ് 9 ആണ്. ഇപ്പൊ തന്നെ ആൻസർ ഓപ്ഷൻ ഡി കൺഫേം ചെയ്തു. എക്സാമിന് ഇനി കൂടുതൽ മെനക്കെടേണ്ട ആവശ്യമില്ല. ഓക്കെ. സെക്കൻഡ് എലമെന്റ് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ കൺഫേം ചെയ്തു. ശരിയല്ലേ? വേണമെന്നുണ്ടെങ്കിൽ അടുത്ത എലമെന്റ് അടുത്ത 13 കിട്ടുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. ഫസ്റ്റ് റോ കൊണ്ട് തേർഡ് കോളം 1 into 4 പ്ലസ് 3 into 3 പ്ലസ് 0 into 2 എന്താണ്? 4 പ്ലസ് 9 13. ഓക്കെ അല്ലെ? അപ്പൊ ഇനി അടുത്ത -1ഉം 2ഉം 4ഉം -2ഉം 2ഉം 4ഉം ഒക്കെ ആയിരിക്കും. നമുക്ക് ഈസി ആയിട്ട് പറയാവുന്ന കാര്യമുള്ളൂ. അപ്പം ഓപ്ഷൻ ഡി ആണ് നമുക്ക് അവിടെ ആൻസർ കിട്ടുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോളൂ. മെട്രിക്സിന്റെ ഇക്വാലിറ്റിയിൽ നിന്നുള്ള ഒരു ചോദ്യം. ഇറ്റ്സ് വെരി വെരി ഈസി ക്വസ്റ്റ്യൻ. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റുകൾ തമ്മിൽ എന്താവണം? ഈക്വൽ ആവണം. ശരിയല്ലേ? രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ഈക്വൽ ആവണം അഥവാ സെയിം ആവണമെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് സെയിം ആയിരിക്കണം. അതായത് x+1 എന്ന് പറയുന്നത് എന്തായിരിക്കണം?
3 ആയിരിക്കണം. y മൈനസ് 2 എന്ന് പറയുന്നത് 3 ആയിരിക്കണം. അപ്പൊ അവിടുന്ന് എക്സും വൈയും കിട്ടിക്കൂടെ? എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കണം. എക്സ് എന്ന് പറയുന്നത് 3 മൈനസ് 1 2 കിട്ടണം. ഓക്കെ, y മൈനസ് 2 എന്ന് പറയുന്നത് 3 ആണ്. y എന്ന് പറയുന്നത് 3 പ്ലസ് 2 എന്ത് വരണം? 5 വരണം. ഇപ്പൊ എക്സിന്റെ വാല്യൂ 2, വൈയുടെ വാല്യൂ 5. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ കിട്ടുക. എക്സ് ഇസ് ഈക്വൽ ടു 2ഉം y ഇസ് ഈക്വൽ ടു 5ഉം ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. മൂന്നാമത്തെ ചോദ്യം. ഓർഡർ ഓഫ് ദ മെട്രിക്സ് എ ഈസ് 3/5. എ മെട്രിക്സിന്റെ ഓർഡർ 3/5 ആണ്. ദെൻ ബി മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 2/3 ആണ്. വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് ദ മെട്രിക്സ്? എ ബി അല്ല, ബി എ ആണ്. വെറുതെ 3 എഴുതിപ്പോയി. അതാണ് ആവേശം പാടില്ല, ആവേശം പാടില്ല എന്ന് പറയുന്നത്. ബി എയുടെ ഓർഡർ ആണ് വേണ്ടത്. ബിയുടെ ഓർഡർ 2/3, എയുടെ ഓർഡർ എന്താണ്? 3/5. ഇപ്പൊ കിട്ടാൻ പോകുന്ന മെട്രിക്സിന്റെ സി ആണെങ്കിൽ അതിന്റെ ഓർഡർ എന്താണെന്നാണ് ചോദ്യം. എളുപ്പമല്ലേ? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. എന്താണ്? 3 ഈക്വൽ ടു 3 ആണ്. ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിട്ട് ഒബ്വിയസ്ലി ദോസ് മെട്രിക്സസ് ആർ മൾട്ടിപ്ലിക്കബിൾ. ആൻഡ് നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസറിന്റെ ഓർഡർ എന്തായിരിക്കും? ഇവരെ തമ്മിൽ ഗുണിക്കുന്നതായിരിക്കും, അല്ലെ? 2/5 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി 2/5 ആണ് നമുക്ക് കിട്ടാൻ പോകുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത്. എന്താണ്? 2/5. ക്ലിയർ ആണല്ലോ? സോ ഇത്രയും മതി. ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാനുണ്ടായിരുന്നത്. അപ്പൊ ഒരു ബേസിക് ഐഡിയ എന്താണ് മെട്രിസസ്, എങ്ങനെയുള്ള റെക്ടാങ്കുലർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ്, അറേഞ്ച്മെന്റിന്റെ പ്രത്യേകതകൾ എന്താണ്, റോസ് എന്താണ്, കോളംസ് എന്താണ്, ഓർഡർ, പോസിബിൾ ഓർഡേഴ്സ് എങ്ങനെ എഴുതാൻ പറ്റും, പിന്നെ എന്താണ് സീറോ മെട്രിക്സ്, എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ്, എന്താണ് റോ മെട്രിക്സ്, എന്താണ് കോളം മെട്രിക്സ്, എന്താണ് ഡയഗണൽ മെട്രിക്സ്, എന്താണ് സ്കെയിലാർ മെട്രിക്സ്, അങ്ങനെയുള്ള ഐഡിയാസ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചു. ഐഡന്റിറ്റി മെട്രിക്സ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ മെട്രിക്സിന്റെ ഓപ്പറേഷൻസ്, രണ്ട് മെട്രിക്സിനെ എങ്ങനെ കൂട്ടാം, രണ്ട് മെട്രിക്സിനെ എങ്ങനെ കുറയ്ക്കാം, ഒരു സ്കെയിലാർ കൊണ്ട് ഒരു മെട്രിക്സിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, രണ്ട് മെട്രിക്സുകളെ തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, എന്താണ് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ, ഫസ്റ്റ് മെട്രിക്സിലെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിലെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. പിന്നെ പ്രോപ്പർട്ടീസ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നത്. കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ.